പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ പണിപ്പുര ടാസ്കിൽ വമ്പം പരാജയമാണ് ടീമുകൾ ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ്. ലെസ്ബിയൻ കപ്പിളായ ആദില, നൂറയും അതുപോലെ തന്നെ അക്ബർ ഖാനും എല്ലാം ചേർന്ന് അത് മാക്സിമം കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവിടെ ടൈം നഷ്ടപ്പെടുകയായിരുന്നു. നമ്മുടെ ബിഗ് ബോസിൻ്റെ റൂളിന് അത് വിപരീതമാണ്. തീർച്ചയായിട്ടും ടൈമിംഗ് ആണ് എന്തുകൊണ്ടും ബിഗ് ബോസിനെ മുന്നോട്ട് നയിക്കുന്നതെന്നുള്ളതാണ്. ആ ടൈമിങ്ങിൽ എല്ലാ ഗെയിമും പൂർത്തിയാക്കണം, അത് അവരുടെ നിയമമാണ്. അത് പക്ഷേ പൂർത്തിയാക്കാൻ നമ്മുടെ ആദില, നൂറക്കും അതുപോലെ തന്നെ അക്ബർ ഖാനും സാധിച്ചില്ല. വമ്പം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ള വിഷമകരമായ ഒരു സംഭവമാണ്. പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ പണിപ്പുരക്കകത്താണ് വെക്കുന്നത്. ബോണസ് പോയിന്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമയത്തിനുള്ളിൽ സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ലക്ഷറി ടാസ്ക് എന്ന് പറയുന്ന ഒരു ടാസ്ക് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പണിപ്പുരയിലാണ് ഇത്തരം സാധനങ്ങൾ എല്ലാം തന്നെ വെക്കുന്നത്. നമുക്ക് നമ്മുടെ സാധനങ്ങളോ കോസ്മെറ്റിക് ഐറ്റംസോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ എന്ത് വേണമെങ്കിലും ആ സമയത്തിനുള്ളിൽ കളക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ അവർക്കത് സാധിച്ചില്ല. നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. പണിപ്പുരയിൽ പോയവർ 3 പേർ പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ പണിപ്പുരയിലെ 2 അവസരങ്ങളിൽ ആദ്യത്തെ അവസരം കഴിഞ്ഞു. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നല്ലോ. അഭിനന്ദനങ്ങൾ. പക്ഷേ സമയത്തിനുള്ളിൽ തിരികെ എത്താത്തില്ല. എടുത്ത മുഴുവൻ വസ്തുക്കളും തിരികെ വെക്കേണ്ടി വരും. എല്ലാം ഒന്നിച്ചു പറയാനുള്ള ഐഡിയ ആരുടേതായിരുന്നു? ആരുടേതായാലും അതൊരു പക്ക ഫ്ലോ പ്ലാൻ ആയിരുന്നു. അടുത്ത തവണയെങ്കിൽ ചിന്തിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് പണിപ്പുരയിൽ പോവുക. എത്ര അലസമായിട്ടാണ് അവർ കളി കളിച്ചത് എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലത്ത് ബിഗ് ബോസ് ചരിത്രത്തിൽ എല്ലാം തന്നെ ടൈമിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ അത് ശ്രദ്ധിക്കാൻ അക്ബർ ഖാനോ അതുപോലെ തന്നെ നൂറക്കോ അതിലക്കോ ഒന്നും തന്നെ സാധിച്ചില്ല. വേണ്ടത്ര മാരിപ്പിടിക്കാനുള്ളൊരു ശ്രമം, എല്ലാം കൂടി കയ്യിലാക്കാനുള്ള ശ്രമത്തിനൊടുവിൽ വമ്പം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. എല്ലാവരും വിളിമ്പന്മാരായിപ്പോയി. ബിഗ് ബോസിൻ്റെ പ്രധാനപ്പെട്ട റൂളിംഗ് തന്നെ വന്നു. തീർത്തും എല്ലാ സാധനങ്ങളും എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കണം, ആരും അതിൽ കൈയിട്ട് വാരേണ്ട, എൻ്റെ കണ്ണുകൾ ഇവിടെയുണ്ട് എന്ന് ബിഗ് ബോസ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് ബിഗ് ബോസിൽ നടന്നത് നമ്മുടെ അനുമോളുടെ കരച്ചിലാണ്. അനുമോൾ കരഞ്ഞ് അങ്ങോട്ട് മേയുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ബിഗ് ബോസിൻ്റെ അകത്ത് മുഴുവൻ വെറുതെ ഇങ്ങനെ പാറി നടന്ന് അനുമോൾ ഇന്ന് പോയി പെട്ടത് വലിയൊരു അബദ്ധത്തിലായിപ്പോയി എന്നുള്ളതാണ്. അനുമോൾ ഡോക്ടർമാരെല്ലാം എഴുതുന്നത് വെറുതെയാണ്, പൈസയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഷാനവാസ് ഒരു കണ്ടന്റ് അങ്ങോട്ടിട്ട് അതിൽ കയറി പിടിച്ചുകൊണ്ട് നമ്മുടെ അക്ബർ ഖാനും അതുപോലെ തന്നെ ബിന്നിയും ആര്യനും എല്ലാം കൂടി നമ്മുടെ അനുമോളെ ഇട്ട് അങ്ങോട്ട് മാറുന്നത് കണ്ടു. ഒരു രക്ഷയുമില്ലാതെ അവസാനം അനുമോൾക്ക് പൊട്ടിക്കരയേണ്ടി വന്നു എന്നുള്ളതാണ്. നമുക്ക് ആ വീഡിയോ ഒരേ ഭാഗങ്ങളൊന്ന് കാണാം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനൊരു വാക്ക് പറഞ്ഞായിരുന്നു എന്തെങ്കിലും പൈസ? ഇല്ലല്ലോ, ഞാൻ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ടാ കരയരുത് കേട്ടോ, അത് കരയരുത്. ഓക്കെ, നമ്മൾ ഒരിക്കലും
പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തമാശക്ക് പറഞ്ഞില്ല. ബിഗ് ബോസ് അല്ല എനിക്ക് എക്സസൈസ് പറഞ്ഞു നടത്താം. ഇതൊരു രോഗം പടർന്നു. ഈ ലോകത്തുള്ള എല്ലാ ഡോക്ടേഴ്സും കളിയാക്കുന്ന പോലെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഇവിടെ കരയാൻ പാടണ്ട. ഇത്ര ബോൾഡായിട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് കാരണവശാലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്ത ഒരു കാര്യം വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, നിങ്ങൾ കേൾക്കാത്ത കാര്യം വെച്ച് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിമോൾ പൊട്ടിക്കരയുകയാണ്. അനുമോൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല. എക്സ്പ്രഷനൊക്കെ അങ്ങനെ ഇങ്ങനെ വാരി വിതറുകയാണ്. പക്ഷേ ബിഗ് ബോസ് തന്നെ ചോദിച്ചു, നിങ്ങളിത് സ്ക്രിപ്റ്റഡ് ആണോ? ബിഗ് ബോസിന് തന്നെ ഒരു സംശയം. ഇവരുടെ ഈ അഭിനയവും ഇതുപോലെ ഉള്ള കച്ചറുകളും എല്ലാം കാണുമ്പോൾ ബിഗ് ബോസ് തന്നെ അത്ഭുതപ്പെടുകയാണ്. വെറും ഒരു കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇവരൊക്കെ ബിഗ് ബോസിൽ വന്നത് എന്ന് തോന്നിപ്പോകുന്നു. തീർച്ചയായിട്ടും ആദ്യത്തെ നോമിനേഷനിൽ വന്ന ആൾക്കാർ തന്നെ ഈ ഭാഗത്തു നിന്നുള്ള ഏകദേശം 2 പേർ പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യമായിട്ടുള്ള ബിഗ് ബോസിനകത്ത് ഈ അനുമോളൊക്കെ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതർന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു കണ്ടൻറ്റോ പ്രത്യേകിച്ച് ഒരു ഗെയിമോ ഒന്നും തന്നെ കാര്യമായിട്ട് അവിടെ ഇടുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഷാനവാസ് 2 ദിവസം കളിച്ചത്. ഒരു ദിവസം വളരെ മൈനസ് ആയിരുന്നു, വളരെ സ്ലീപ്പിംഗ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു കണ്ടന്റ് കൊണ്ട് ഷാനവാസിന് കുറച്ചെങ്കിലും കയറി വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്നത്തെ ഗെയിമിങ്ങിൻ്റെ ഭാഗമായിട്ട് 4 പേരെ താൽക്കാലികമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട പേര് ഒന്ന് ഷാനവാസ്, ജിസേൽ, ശൈത്യ, ബിൻസി എന്നീ 4 പേരെയാണ് താൽക്കാലികമായി ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയത്. ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്കല്ല, അവർ ബിഗ് ബോസിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഗാർഡനിലേക്കാണ് മാറ്റിയത്. അവർ 4 പേരും അവിടെയായിരിക്കും ഉറങ്ങേണ്ടി വരിക. ആ ഗെയിമിൻ്റെ സമയത്തെല്ലാം അവർ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ആ ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികൾ ആ കട്ടിലെടുത്ത് മാർക്ക് ചെയ്ത സ്ഥലത്ത് കൊണ്ടുവെക്കാം. അങ്ങനെയാണെങ്കിൽ അവർ അതിൽ പരാജയപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അതും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് റൂമിൻ്റെ പുറത്തേക്ക് തന്നെ ചിലപ്പോൾ അവർ പോകേണ്ടി വരും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രേണു സുധിയുടെ വീടിനെക്കുറിച്ചുള്ള ചർച്ച ബിഗ് ബോസിൽ നടന്നു എന്നുള്ളതാണ്. അത്തരം മോശകരമായ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിഗ് ബോസിൽ നല്ലൊരു ചർച്ചയായിരുന്നു, ആരോഗ്യകരമായ ഒരു ചർച്ച തന്നെയായിരുന്നു. അതിലും കള്ളം പറയാൻ വേണ്ടി രേണു സുധി തയ്യാറായി. ആരോ മേത്ത് വീട്ടിൽ കയറിയതിന് ശേഷം വെള്ളം ഉറ്റിയതിന് ശേഷം ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്ന പച്ച നുണ അവിടെ രേണു സുധി പറയുകയുണ്ടായി. ഇതുകൊണ്ടാണ് അയാൾ ചോദിച്ചത്, അല്ലാതെ ഞാൻ പറഞ്ഞു മാത്രമുള്ള കേൾക്കാം. ചേച്ചി മീഡിയക്കാർക്ക് കിട്ടുന്ന കണ്ടന്റ് അവർക്ക് കിട്ടുന്നുണ്ട്. ചേച്ചിനോട് സഹതാപുണ്ടെങ്കിൽ ചേച്ചിനെ നല്ല ആവശ്യമില്ലെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞതാണ്. കാര്യം ചേച്ചി ഈ വീട് ഉണ്ടാക്കി തന്ന ആൾക്കാർക്ക് പറഞ്ഞായിരുന്നോ? അപ്പൊ നമുക്കൊരാൾ വീടുണ്ടാക്കി തരുമ്പോ പക്ഷെ നമുക്കൊരു വീട് ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര വലിയ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരാൾ വീടുണ്ടാക്കി തരുമ്പോ നമ്മൾ ആൾക്ക് റെസ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അത് പബ്ലിക്കിനോട് ഇങ്ങനെ ചോരുന്നു, അത് ചെയ്യുന്നു. പിന്നെ ആരാ പറഞ്ഞു? ചോദിക്കുമ്പോ പറയാൻ പാടില്ലായിരുന്നു, പറയാൻ പാടില്ല. എന്തെങ്കിലും അവരുടെ പറയണ്ടേ? അവരുടെ അവർക്ക് ചോദിക്കാം പറയണോ വേണ്ടോന്ന്. രേണുസുധി തീരുമാനിക്കേണ്ടത് പറയണോ വേണ്ടോ. ആർക്ക് എന്ത് വേണേലും ചോദിക്കാം. ചേച്ചി പറഞ്ഞു, അവര് ചോദിച്ചെന്ന് പറയാൻ പാടില്ല. ചേച്ചി പറഞ്ഞു അപ്പൊ കാര്യം പറയണം. ഞാൻ പറഞ്ഞത് അല്ലാതെ അവര് ചോദിച്ചോല്ല.
ഒരു ഓൺലൈൻ ചാനൽ ഒരു അവതാരകൻ വന്നിട്ട് രേണുസുതിയോട് ചോദിച്ചതാണ്, നിങ്ങളെ വീട് ചോരുന്നുണ്ടോ? ചോരുന്നുണ്ട് എന്ന് പറയുകയാണ് രേണുസുതി ചെയ്തത്. ഇപ്പോൾ അത് മാറ്റി പറയുകയാണ്, വേറെ ആരോ ഒന്ന് വീട്ടിൽ വന്നപ്പോൾ മേത്ത് വെള്ളം മുറ്റിയപ്പോൾ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെയാണ് അവിടെ പോയിട്ട് കളവ് പറയുന്നത്. പക്ഷേ അതൊക്കെ പോട്ടെ എന്ന് വെക്കാൻ. തീർച്ചയായിട്ടും അത്തരം ആരോഗ്യകരമായ ചർച്ചകൾ തീർച്ചയായിട്ടും നല്ലതാണ്. അത് തന്നെയാണ് ഗെയിമിംഗ് പ്ലാനോടുകൂടി കളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഇന്നത്തെ രീതിയിൽ അനീഷ് അല്ലെങ്കിൽ ആര്യൻ അതുപോലെ തന്നെ ബിൻസി ഇവരൊക്കെ ചെറിയ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസായി മുന്നോട്ട് വന്നു. ശാരിക എന്ന് പറയുന്ന നമ്മുടെ ഹോട്ട് സീറ്റ് അവതാരിക വളരെ മോശകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നുന്നു. ഇപ്പോൾ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും രേണുസുതിയും അതുപോലെ തന്നെ അനീഷും തീർച്ചയായിട്ടും നല്ല വോട്ടുകൾ തേടി മുന്നോട്ട് വരുന്നുണ്ട്. ഷാനവാസൊക്കെ കുറച്ചുകൂടി ബെറ്ററായിട്ട് കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പാനി ശരത് തീർച്ചയായിട്ടും നല്ല കണ്ടന്റാണ്, നല്ല ഒരു ഗെയിമിംഗ് തന്നെയാണ് അതിനുള്ളിൽ കളിച്ച് വരുന്നത്. തീർച്ചയായിട്ടും പുതിയ അപ്ഡേറ്റുമായി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.